ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് +1 കുറിച്ചുള്ള ഒരു ഓവറോൾ ആയിട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ആണ്. മാക്സിമം നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള ഡൗട്ട്സൊക്കെ എന്നെ ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. മുഴുവനായിട്ട് കാണാൻ നിങ്ങൾക്ക് ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സോ നമുക്ക് ഒട്ടും വൈകിപ്പിക്കേണ്ട വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് PCMB സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ +1 ബയോ എടുക്കുന്ന ആൾക്കാർ, ബയോ സയൻസ് എടുക്കുന്ന അല്ലെങ്കിൽ ബയോ മാത്സ് എടുക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ ഞാനിതിൽ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ +1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരവധി സ്ട്രീംസ് നമുക്ക് അവൈലബിൾ ആണ്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ട്രീം എടുക്കാൻ ശ്രമിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ താല്പര്യപ്രകാരം എടുക്കുന്നേക്കാൾ നല്ലത് നിങ്ങളുടെ ഇഷ്ടപ്രകാരം എടുക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ സോഷ്യൽ സയൻസ് നല്ല പഠിക്കാൻ പറ്റുന്നുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഹ്യൂമാനിറ്റീസ് എടുക്കാം അല്ലേ. അതിൽ കുറേ കാര്യങ്ങൾ ഹിസ്റ്ററിയൊക്കെ പഠിക്കാനായിട്ടുണ്ട്, കുറേ പഠിക്കാനായിട്ട് വായിച്ചിട്ട്. അതേപോലെ നിങ്ങൾക്ക് മാത്സിനോട് താല്പര്യം ഉണ്ടെങ്കിൽ സയൻസ് ഓർ കൊമേഴ്സ് എടുക്കാം. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫീൽഡ് ഏതാണോ അല്ലെങ്കിൽ നിങ്ങൾ ഫ്യൂച്ചറിൽ ആരാകുന്നു എന്നുള്ള കാര്യം ചിലവർക്കെങ്കിലും ഒരു ധാരണ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അവരൊക്കെ ആണെങ്കിൽ ഡോക്ടർ ആണെങ്കിൽ ഷുവറായിട്ടും ബയോ പഠിച്ചിരിക്കണം, ബയോ സയൻസ് പഠിച്ചിരിക്കണം. എഞ്ചിനീയർ ആണെങ്കിൽ മാത്ത് പഠിച്ചിരിക്കണം. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏതാണോ ഫീൽഡ് ഇഷ്ടം അപ്പോൾ ആ ഒരു ഫീൽഡ് സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഉപയോഗിക്കണമെങ്കിൽ ആ ഒരു ഫീൽഡ് തന്നെ നിങ്ങൾ പഠിച്ചു പോവുകയാണ് ഏറ്റവും നല്ലത്. ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് PCMB സ്റ്റുഡൻസിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബയോളജി കൂടുതലായിട്ട് എടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ കൂടുതലായിട്ടും പറയുന്നത്. കാരണം ഞാനൊരു ബയോ സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് അതിനെക്കുറിച്ചിട്ടായിരിക്കും കൂടുതൽ അറിയുന്നുണ്ടായിരിക്കുക. എന്നാൽ പോലും കമ്പ്യൂട്ടർ സയൻസിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്ക് അറിയാവുന്നത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആദ്യമായിട്ട് ഞാൻ പറയാൻ പോകുന്നത് ബയോളജിയെക്കുറിച്ചാണ്. നിങ്ങളൊരു ബയോളജി സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഇത് ഷുവറായിട്ടും കേട്ടിരിക്കണം. ഓക്കെ, ബയോളജിയിൽ ഏകദേശം 20+ ചാപ്റ്റേഴ്സ് പഠിക്കാനായിട്ടുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 20+ ചാപ്റ്റേഴ്സ് ഉണ്ട്. എന്തായാലും അതിൻ്റെ അടുത്ത് എന്തായാലും കുറേ ചാപ്റ്റേഴ്സ് ഉണ്ട്. ബയോളജി രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, സുവോളജി, ബോട്ടണി. മിക്കവാറും മിക്ക സ്കൂളുകളിലും സുവോളജിക്കും ബോട്ടണിക്കും വെവ്വേറെ ടീച്ചേഴ്സ് ആയിരിക്കും, വെവ്വേറെ പീരീഡും ഉണ്ടായിരിക്കും ഓരോന്നിനും. അതേപോലെ നിങ്ങൾ എക്സാം എഴുതുന്നതും ബയോളജി എന്ന് പറയുന്ന ഒരൊറ്റ സബ്ജക്റ്റിലല്ല, ബോട്ടണി, സുവോളജി എന്ന രീതിയിൽ 2 സെപ്പറേറ്റഡ് സബ്ജക്റ്റിലായിരിക്കും നിങ്ങൾ എക്സാം എഴുതുക. പേപ്പർ ചെക്ക് ചെയ്യുന്നതും ഓരോ ടീച്ചേഴ്സ് ആയിരിക്കും. ബോട്ടണിയുടെയും സുവോളജിയുടെയും സെപ്പറേറ്റ് ടീച്ചേഴ്സ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എക്സാം 1 മണിക്കൂർ ബോട്ടണിക്കും 1 മണിക്കൂർ സുവോളജിക്കും ആയിരിക്കും. ടോട്ടൽ 2 hours ആയിരിക്കും നിങ്ങളുടെ ടൈം ഡ്യൂറേഷൻ. പബ്ലിക് എക്സാമും ക്രിസ്മസ് എക്സാമിൻ്റെ ഒക്കെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യണം. 20+ ചാപ്റ്റേഴ്സ് ഉണ്ട്. NCERT നല്ല രീതിയിൽ തന്നെ പഠിക്കണം. ഇനി എങ്ങനെയാണ് NCERT പഠിക്കുക അതിനെക്കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ എല്ലാ പോയിൻറ്റും പഠിക്കണോ, ടെക്സ്റ്റ് മുഴുവൻ അരച്ച് കലക്കി കുടിക്കണോ എന്നുള്ളത് പലവർക്കുള്ള സംശയമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്ന സമയത്ത് നിങ്ങളൊരു നീറ്റിന് പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ, ഡോക്ടർ ആവാൻ ഇപ്പോൾ തന്നെ +1ൻ്റെയും +2ൻ്റെയും കൂടെ നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന ആളാണെങ്കിൽ ഷുവറായിട്ടും NCERT കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, അതിൻ്റെ ഒരു പോയിന്റ് നിങ്ങൾക്ക് മിസ് ചെയ്യാൻ പറ്റില്ല. കാരണം 98 to 99% ക്വസ്റ്റ്യൻസിനും നീറ്റ് NCERT ഓറിയൻറ്റഡ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ NCERT നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യണം. എൻട്രൻസ് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ അല്ലാതെ ബോർഡ് ബേസ്ഡ് ആയിട്ട് പഠിക്കുന്നവരാണെങ്കിൽ NCERT മുഴുവനായിട്ട് പഠിക്കൊന്നും വേണ്ട. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കോറായിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ പഠിക്കണം. അല്ലാതെ NCERT ഒട്ടും പഠിക്കാതെ PYക്ക് മാത്രം നോക്കി പോയവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വർഷമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഫുൾ പാറ്റേണും ക്വസ്റ്റ്യൻസിൻ്റെ മാറിയിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് പുതിയ പാറ്റേൺ ആക്കിയിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ മുന്നേ ഉണ്ടായിരുന്ന ഒരു പാറ്റേണിലേക്ക് വീണ്ടും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ NCERT അത്യാവശ്യം അറിയുന്ന കുട്ടികൾക്ക് മാത്രം തന്നെയാണ് A+ അല്ലെങ്കിൽ ഫുൾ മാർക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു ബോർഡ് പഠിക്കുന്ന അല്ലെങ്കിൽ ബോർഡിന് വേണ്ടി മാത്രം പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ NCERTയിൽ നിന്ന് സെലക്റ്റീവായിട്ട് എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക. പ്രോബ്ലംസ് ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും ബയോ ആണെങ്കിലും മാത്സ് ആണെങ്കിലും, ബയോയിൽ പ്രോബ്ലംസ് ഇല്ല, മാത്സ് ആണെങ്കിലും നിങ്ങൾ സെലക്റ്റീവായിട്ട് പഠിച്ചിട്ട് പോവുക. അല്ലാതെ എല്ലാ ക്വസ്റ്റ്യനും പഠിക്കേണ്ട ആവശ്യമില്ല. സെലക്റ്റീവായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുമല്ലോ, അതൊക്കെ പഠിച്ചിട്ട് പോവുക. ഇനി എങ്ങനെയാണ് ബയോളജി പഠിക്കേണ്ടത്? ബയോളജി പഠിക്കേണ്ടത് നോക്കുന്ന സമയത്ത് നിങ്ങളൊരു ഓഫ്ലൈൻ ട്യൂഷന് പോകുന്ന ആളാണ് അല്ലെങ്കിൽ ഓൺലൈൻ ട്യൂഷന് പോകുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് നോട്ട്സൊക്കെ അവൈലബിൾ ആയിരിക്കും. ആ നോട്ട് വെച്ചുകൊണ്ട് തന്നെ പഠിച്ചാൽ മതി. ബയോളജി നിങ്ങൾക്ക് ഏകദേശം A+ ഒക്കെ ക്രാക്ക് ചെയ്യാൻ പറ്റും അത് പഠിക്കുമ്പോൾ തന്നെ. ഫുൾ മാർക്കും ക്രാക്ക് ചെയ്യാം. പക്ഷേ നിങ്ങൾ കുറച്ചുകൂടിയും എഫേർട്ട് എടുക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടിയും ഒന്ന് ടെക്സ്റ്റൊക്കെ ഒന്ന് വായിക്കുക, അല്ലെങ്കിൽ വേറെ വല്ല റിസോഴ്സസിൽ നിന്നോ ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്ത് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ നോട്ട് പഠിച്ചത് തന്നെ ടീച്ചേഴ്സ് തന്നെ നോട്ട് പഠിച്ചാൽ മാത്രം മതി A+ ഒക്കെ കിട്ടാൻ ബയോളജിയിൽ. അപ്പോൾ ടെക്സ്റ്റ് വായിക്കണമെന്നും ഇല്ല, എന്നാൽ ടെക്സ്റ്റ് വായിക്കും വേണം. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഒരു ബോർഡ് ബേസ്ഡ് ആയിട്ട് പഠിക്കുന്ന കുട്ടി പഠിക്കേണ്ടത്. അപ്പോൾ ബയോളജിയെക്കുറിച്ച് പറയുന്ന സമയത്ത് ഇത്രയൊക്കെയുള്ള കാര്യങ്ങളാണ് പറയാനായിട്ടുള്ളത്. ഇനി ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ നോക്കുന്ന സമയത്ത് കെമിസ്ട്രി നമുക്കറിയാവുന്ന പോലെ ലാസ്റ്റത്തെ 2 പാഠം ഓർഗാനിക് കെമിസ്ട്രിയാണ്. ഹൈഡ്രോ കാർബൺസ് ആൻഡ് ഓർഗാനിക് കെമിസ്ട്രി സം ബേസിക് കൺസെപ്റ്റ്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ വരുന്നുണ്ട്. അപ്പോൾ ഈ 2 പാഠങ്ങൾ ഓർഗാനിക് കെമിസ്ട്രി പഠിക്കുന്നതാണ് ആദ്യത്തെ ഒരു
7ഓളം പാഠങ്ങൾ ഇനോർഗാനിക് കെമിസ്ട്രിയാണ് പഠിക്കുന്നത്. ആദ്യത്തെ ഒരു ചാപ്റ്ററൊക്കെ എടുക്കുകയാണെങ്കിൽ കെമിസ്ട്രിയുടെ ബേസിക്സ് പറഞ്ഞ് തുടങ്ങുന്നൊരു ചാപ്റ്ററാണ് സം ബേസിക് കോൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി എന്ന് പറയുന്നത്. അതിലാണെങ്കിൽ കുറേ പ്രോബ്ലംസ് പഠിക്കാനായിട്ടുണ്ട്. ലിമിറ്റിംഗ് റിയേജൻ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പ്രോബ്ലംസ് പഠിക്കാനായിട്ടുണ്ട്. അത് ഷുവറായിട്ടും പഠിക്കണം, കാരണം ലിമിറ്റിംഗ് റിയേജൻ്റ് ഒക്കെ എപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. രണ്ടാമത്തെ ചാപ്റ്ററാണ് സ്ട്രക്ചർ ഓഫ് ആറ്റം. അതൊരു വലിയൊരു ചാപ്റ്ററാണ്. കുറേ കോൺസെപ്റ്റ് അതിൽ പഠിക്കാനായിട്ടുണ്ട്. പിന്നെ പ്രോബ്ലംസൊക്കെ വരുന്നൊരു ചാപ്റ്ററാണ്. കുറേ ഇക്വേഷൻസ് പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ ഡെയിലി പഠിച്ചു പോകുന്ന ഒരു കുട്ടിയാണെങ്കിൽ ഷുവറായിട്ടും പെട്ടെന്ന് തന്നെ പഠിച്ചു തീർക്കാൻ പറ്റും. കോൺസെപ്റ്റൊക്കെ നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും പെൻഡിങ്ങിലിടരുത് ഒരു ചാപ്റ്ററും. സുവോളജിയിലെ ആനിമൽ കിങ്ഡം എന്ന് പറയുന്ന ചാപ്റ്റർ ആണെങ്കിലും കെമിസ്ട്രിയിലെ സ്ട്രക്ചർ ഓഫ് ആറ്റ് ആണെങ്കിലും മാത്സിലെ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് ആണെങ്കിലും ഇങ്ങനെ എല്ലാത്തിനും ഉണ്ടായിരിക്കും ഒരു വലിയൊരു ചാപ്റ്റർ. അതിൽ കുറേ കോൺസെപ്റ്റും പഠിക്കാനുണ്ടായിരിക്കും. അത് നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഒരിക്കലും പെൻഡിങ്ങിലിടരുത്. പിന്നീട് നിങ്ങൾക്ക് പഠിക്കാനേ തോന്നില്ല. ആ ഒരു ചാപ്റ്റർ സ്കൂളിൽ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളത് തിരിഞ്ഞു നോക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സാമിൻ്റെ സമയത്ത് പഠിക്കാമെന്ന് വിചാരിച്ചിരിക്കരുത്. അതിന് മുന്നേ തന്നെ ഡെയിലി പഠിച്ചു പോവുകയാണെങ്കിൽ സിമ്പിളായിട്ട് പഠിച്ചു തീർക്കാം. ഇനി ഫിസിക്സ് നോക്കുന്ന സമയത്ത് അതും കുഴപ്പമില്ല, കുറേ ഡെറിവേഷൻസ് പഠിക്കാനുണ്ട്. ഫിസിക്സിലെ ഒരു പ്രത്യേകതയാണ്, നമ്മൾ ഇതുവരെയായിട്ടും കേൾക്കാത്തൊരു കാര്യമാണ് ഡെറിവേഷൻസ്. നമ്മൾ ഇതുവരെ ഈ ഒരു 10ാം ക്ലാസ് വരെ XCRT പഠിച്ച കുട്ടിയാണെങ്കിൽ നിങ്ങൾക്കറിയാം ഇക്വേഷൻസ് എങ്ങനെയാണ് കണ്ടെത്തിയത് അല്ലെങ്കിൽ അതെങ്ങനെയാണ് ഡിറൈവ് ചെയ്തെടുത്തത് എന്നുള്ളത് നമ്മൾ പഠിക്കുന്നില്ല. ആകെ ഇക്വേഷൻസ് പഠിക്കുക, ആ ഇക്വേഷൻസ് പോയിട്ട് പ്രോബ്ലംസിൽ യൂസ് ചെയ്യുക, അതിൻ്റെ ഉത്തരം കാണുക എന്നുള്ളതാണ് നമ്മൾ ഇത്രയും കാലം പഠിച്ചത്. പക്ഷേ ഇനി അങ്ങോട്ട് വേറെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ ഇക്വേഷൻ കിട്ടിയത് എന്നുള്ള കാര്യങ്ങൾ ഫസ്റ്റ് ചാപ്റ്റർ തൊട്ടേ പഠിക്കുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് ചാപ്റ്റർ തൊട്ടേ ഡെറിവേഷൻസ് തുടങ്ങുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ S=UT + ½ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ് കിട്ടിയത് എന്നുള്ളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പഠിക്കുന്നുണ്ട്. എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ഒരു ഇക്വേഷനാണ് അതൊക്കെ. V=U + AT V² U² + 2AS. ഇത് 3 ഡെറിവേഷൻ നമ്മൾ ഫസ്റ്റ് പാഠത്തിൽ പഠിക്കുന്നുണ്ട്. അതേപോലെ എല്ലാ ചാപ്റ്റേഴ്സിലും ഡെറിവേഷൻസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡെറിവേഷൻസും എല്ലാ ചാപ്റ്ററും ഫിസിക്സ് പെട്ടെന്ന് തന്നെ പഠിച്ച് പോകണം. എന്നാൽ മാത്രം തന്നെയാണ് നമുക്ക് ഒരു ബേർഡനായിട്ട് പിന്നീട് മാറാതിരിക്കുകയുള്ളൂ, സിമ്പിളായിട്ട് മാർക്ക് സ്കോർ ചെയ്യാനും പറ്റുള്ളൂ. ഇനി മാത്സ് നോക്കുന്ന സമയത്ത് ഫസ്റ്റ് ചാപ്റ്റർ നമുക്കറിയാത്തൊരു കാര്യം കോൺസെപ്റ്റ് ഞാൻ പഠിക്കുന്ന സെറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അത് സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്ററാണ്, എന്നാൽ നല്ല വെയിറ്റേജുള്ള ചാപ്റ്റർ കേട്ടോ. ഫസ്റ്റ് ചാപ്റ്റർ സിമ്പിളാണെന്ന് വിചാരിച്ചുകൊണ്ട് വെയിറ്റേജ് കുറയുന്നില്ല, അത്യാവശ്യം നല്ലൊരു വെയിറ്റേജ് ഉണ്ട്. പിന്നെ സിമ്പിളായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ കൂടിയാണ് സെറ്റ്സ്. രണ്ടാമത്തെ റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ, അതും ഒരു പുതിയ കോൺസെപ്റ്റാണ്. പിന്നെ മൂന്നാമത്തെ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് ആണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സൈൻ കോസ് ടാൻ ഒക്കെയാണ് മുന്നേ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അത് ജസ്റ്റ് ഒരു ഇക്വേഷൻ മാത്രം, 3 ഇക്വേഷൻ മാത്രമാണ് 10ൽ പഠിച്ചിട്ടുള്ളൂ SCRT പഠിച്ച കുട്ടിയാണെങ്കിൽ. എന്നാൽ +1ലേക്ക് വരുന്ന സമയത്ത് കുറേ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് പഠിക്കുന്നുണ്ട്, കാണാതെ പഠിക്കണം. അത് വെച്ചിട്ട് കുറേ പ്രൂഫ് ചെയ്യാനുണ്ട്. മെയിനായിട്ട് കുറേ പ്രൂഫ് വരുന്ന ചാപ്റ്ററാണ്. ഷുവറായിട്ട് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് 3-4 മാർക്കിന് ഒരു പ്രൂഫ് എല്ലാ വട്ടം ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 9 മാർക്കാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ വെയിറ്റേജ്. അതേപോലെ കുറച്ചങ്ങോട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറൊരു ചാപ്റ്റർ വരുന്നുണ്ട്, ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 മാർക്കിന് വരുന്ന ചാപ്റ്ററാണ്. പുതിയതായിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. ആദ്യമൊക്കെ കേൾക്കുമ്പോൾ നല്ല ടഫായിട്ട് തോന്നുന്ന ചാപ്റ്റേഴ്സാണ് ഈ 2 എണ്ണം. അപ്പോൾ അതുകൊണ്ട് തന്നെ പഠിപ്പിക്കുന്ന സമയത്ത് തന്നെ പഠിച്ചു പോയി കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാവുന്ന ഒരു കാര്യം വേണ്ടുണ്ടായിരിക്കുള്ളൂ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഇനി നിങ്ങളൊരു കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് IT-യിൽ താല്പര്യം ഉണ്ടെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് എടുക്കുക, അത്രേ. ഓക്കെ, നിങ്ങൾക്ക് കൂടുതൽ കമ്പ്യൂട്ടറിനെ കുറിച്ചുള്ള കൂടുതൽ നോളജ് പഠിക്കാൻ താല്പര്യമുള്ളതാണെങ്കിൽ ഷുവറായിട്ടും കമ്പ്യൂട്ടർ സയൻസ് എടുക്കാം. അതേപോലെ കുറേ തിയറി നമ്മൾ പഠിക്കുന്നുണ്ട്. 10th IT പഠിച്ച പോലെ കുറേ തിയറി പഠിക്കുന്നുണ്ട്. കോഡിങ് പോലുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്, കുറേ കോഡിങ് പഠിക്കുന്നുണ്ട്. അങ്ങനെയുള്ള നമ്മൾ കുറേ പൈത്തണിൽ തന്നെ കുറേ കോഡ്സ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ കാണാതെ പഠിക്കേണ്ട കാര്യങ്ങളായിരിക്കും +1 ഉണ്ടായിരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണാതെ പഠിക്കാൻ താല്പര്യമുണ്ട്, തിയറി പഠിക്കണം, IT-നെ ഈ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള നോളജ് കൂടുതൽ പഠിക്കണം, അല്ലെങ്കിൽ അതിനോട് കൂടുതൽ താല്പര്യമുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസ് ഒബ്വിയസ്ലി എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങളൊരു ഡോക്ടറാകാൻ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടിയാണെങ്കിൽ അല്ലെങ്കിൽ ബയോളജിയോട് കൂടുതൽ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബയോളജി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് രണ്ടും 2 ചോയ്സായിട്ടൊക്കെ എടുക്കുന്നുണ്ട്. ഓക്കെ, അതേപോലെ നിങ്ങൾക്ക് സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി, അറബിക്, മലയാളം എന്നീ രീതിയിൽ കുറേ ഓപ്ഷൻസ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് നിങ്ങളുടെ ഇഷ്ടത്തിന് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾക്ക് ചോയ്സസ് ആയിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായം. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.